എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗ്രൂപ്പില് 2-3 ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രോ എൽവേറ എന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ഞാൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് എങ്ങനെ ഉപയോഗിക്കാം, എന്താണ് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്നുള്ളതൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് ഹോട്ടൽ മാനേജ്മെന്റിലാണെങ്കിലും സ്കൂൾ ആൻഡ് ഹോസ്പിറ്റലുകൾക്കാണെങ്കിലും നമുക്ക് വേസ്റ്റ് വെള്ളത്തിന്റെ ഒരു വിഷയം. ഭയങ്കര സ്മെല്ലായിരിക്കും, സ്ലഡ്ജ് ഉണ്ടാവും, അതുപോലെ തന്നെ പുറത്തേക്ക് ഒഴുക്കി വിടുമ്പോഴുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോ എൽവേറ എന്നുള്ള പ്രൊഡക്റ്റ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കിയേക്കുന്നത്. ഇതിന്റെ 750 ഗ്രാമിലും 500-ും 60 ഗ്രാമിലും 10 കിലോ 5 കിലോ ഇങ്ങനെയുള്ള ഇത്രയും വാറന്റിയുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. ഈ രീതിയിൽ പല ആൾക്കാർക്കും യൂസ് ചെയ്യുന്ന രീതിക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് ഞാനൊന്ന് വിവരിക്കാൻ പോവാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കണ്ട് വിവരിക്കാനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പം ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലാണെങ്കിൽ നമ്മളൊരു ടാങ്കിൽ വരുന്ന വേസ്റ്റ് എന്തായാലും നമ്മളൊരു ടാങ്കിലേക്ക് മൊത്തത്തിൽ വരുന്ന ഒരു ടാങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വരുന്ന വേസ്റ്റ് വാട്ടർ വരുമ്പോൾ ഇതിൽ വരുന്ന ഈ സ്ലഡ്ജുകളെല്ലാം നമ്മൾ ഓൾറെഡി ഇതിലിങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ കൂടുക ചെയ്യാം. അത് ഇതിൽ കട്ടായിട്ട് അടഞ്ഞ് കൂടുമ്പോൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്ന ഈ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഓൾറെഡി വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രിക്ക് കൊണ്ട് കിട്ടുമ്പോൾ ഇതിൽ ഗ്യാപ്പിട്ടാണ് കിട്ടുക. ഈ ഗ്യാപ്പിട്ട് കിട്ടുമ്പോൾ ഓൾറെഡി വരുന്ന വെള്ളത്തിന് ഈ ഗ്യാപ്പ് ഓൾറെഡി ഈ ഓയിൽ കണ്ടന്റ് കൊണ്ടും അല്ലെങ്കിൽ ഈ മയോൺസിനെ കൊണ്ടൊക്കെ എല്ലാം ഈ ഗ്യാപ്പുകളെല്ലാം എന്തായിട്ടുണ്ടാവും, ക്ലോസ് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ മിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണം ഉദ്ദേശിക്കുന്നത്, നമ്മൾ പൗഡർ യൂസ് ചെയ്തിട്ട് ഡെയിലി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ 200-300 ഗ്രാം വെച്ച് പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ടാങ്കിലേക്ക് വരുന്ന ഈ പൗഡർ യൂസ് ചെയ്ത വെള്ളം വരുമ്പോൾ ഇതിലുണ്ടാവുന്ന വേസ്റ്റ് എല്ലാം നമ്മൾ വളരെയധികം സ്ലഡ്ജ് എല്ലാം എന്ത് ചെയ്യണം, മെൽറ്റ് ആക്കിക്കൊണ്ട് പൗഡർ രൂപേണ ഇതിന്റെ അടിയിലേക്ക് വരിക ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇതിന് വേറെ വലിയൊരു സവിശേഷത എന്താ വെച്ചാൽ ഈ നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത് 12.5 pH ഉള്ള വെള്ളമായിട്ടാണ് ഇത് മാറുന്നത്. അതങ്ങനെ മാറിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളമായിട്ട് നിങ്ങളുടെ വീടുകളിലോ മറ്റുള്ള വീടുകളിലോ തെങ്ങിനോ കവുങ്ങിനോ വളമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് യാതൊരുവിധ പ്രയാസങ്ങളില്ലാത്ത, അതായത് ദാറ്റ് മീൻസ് ഇത് കെമിക്കൽ അല്ല, ഇത് ഓർഗാനിക് ആണ്. അപ്പൊ അതുകൊണ്ട് മിനറൽസ് കൊണ്ട് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന് കുറച്ചെടുത്ത് നമ്മൾ നാവിൽ വരെ വെച്ച് കാണിച്ചു കൊടുക്കും. അത്രയും സുതാര്യമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇനി ഇതിന്റെ വിഷയത്തിലേക്ക് ഒന്നും കൂടി കിടക്കാം. ഇതെല്ലാം ബ്ലോക്കായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതിൽ നിന്ന് വെള്ളം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഉള്ളിലേക്ക് വലിഞ്ഞു പോകില്ല. ആ വലിഞ്ഞു പോവാതിരിക്കുമ്പോഴാണ് ഈ ടാങ്കിൽ വീണ്ടും ഇത് കട്ട പിടിച്ച് കളിച്ചിട്ട് ഇത് ഓൾറെഡി ടോട്ടലി എന്തായാലും വലിയൊരു ടാങ്ക് കവിഞ്ഞ് നല്ലൊരു സ്മെല്ലും ഒക്കെ എല്ലാം വരുന്ന സംഭവമായിട്ട് മാറും. അപ്പൊ അതിനെ നമ്മൾ പൗഡർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് എത്തിയാണ് നമ്മൾ ആദ്യം വന്നിട്ട് ഓൾറെഡി ഈ അടഞ്ഞു കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ വന്നിട്ട് ക്ലീൻ ചെയ്ത് തരിക. നമ്മൾ മോട്ടോർ വെച്ചിട്ട് ഓൾറെഡി അതിൽ തന്നെ പൗഡർ ഇട്ടിട്ട് അതിന് മിക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അതിനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്തിട്ട് കംപ്ലീറ്റ് ഒഴിവാക്കും. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി, നിങ്ങൾക്ക് ഈ ഓരങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ കൂടുക. അപ്പൊ അത് പുതിയ ഫ്രഷ് ടാങ്കായി. ഈ ടാങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഡെയിലി നിങ്ങളെ ബാത്റൂമില് അല്ലെങ്കിൽ കിച്ചണില് അല്ലെങ്കിൽ ടോട്ടലി നമ്മൾ ആൾക്കാർ ഇരിക്കുന്ന ഏരിയയില് വാഷ് ബേസിന്റെ ഏരിയയിലെല്ലാം ഡെയിലി നിങ്ങൾ ഒരു 200-300 ഗ്രാം തുടക്കത്തിലും അതിനുശേഷം അത് 200 100 ഗ്രാമായി കുറച്ച് കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യണ ആ പൗഡർ കൊണ്ട് നിങ്ങൾക്ക് ടാങ്ക് ഒരിക്കലും പിന്നെ എന്താവില്ല, കട്ട പിടിക്കൂല. എപ്പോഴും ആ വരുന്ന വെള്ളം സുതാര്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അടിച്ചു വല്ല തോട്ടുകളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ എവിടെ വേണമെങ്കിലും അടിച്ചു ഒഴിവാക്കാം. ഇതാർക്കും കംപ്ലൈന്റ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് കംപ്ലൈന്റ് ചെയ്താൽ തന്നെ ഇത് 12.5 pH വെള്ളം ആയതുകൊണ്ട് അത് കൂടാതെ കണ്ട് തീരെ സ്മെല്ലേ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാമെന്നാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ എന്റെ നമ്പർ നേരെ താഴെ കൊടുക്കാം. ഇത് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാൻ കാരണം കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വിരസത ഉണ്ടാവില്ലെന്ന് കരുതിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.